ഹായ് ഗൈസ്, ആദ്യം തീരുമാനിച്ച സംഗീത സംവിധായകരെ മാറ്റി പകരം മറ്റൊരാളെ കൊണ്ടുവന്ന് റിലീസ് ചെയ്ത ചില പടങ്ങൾ നമ്മുടെ മലയാളത്തിലുണ്ട്. അവ ഏതെല്ലാമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കടുവ. പൃഥ്വിരാജിനെ നായകനാക്കി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ചിത്രമാണ് കടുവ എന്ന് പറയുന്നത്. പലർക്കും ഇഷ്ടപ്പെട്ട മൂവി കൂടിയാണ്. എങ്കിലും ഒരു മിക്സഡ് ഒപ്പീനിയൻ വന്ന മൂവി കൂടിയാണ് കടുവ എന്ന് പറയുന്നത്. ഈ സിനിമയുടെ സംഗീത സംവിധാനം ആദ്യം തീരുമാനിച്ചിരുന്നത് രാധേശ്യാം, അങ്ങ് വൈകുണ്ഠപുരമുലു അത്തരം സിനിമകളിലൂടെ നമ്മുടെ പ്രിയപ്പെട്ടവനായി മാറിയ തമനായിരുന്നു. തമനെ ഇൻ കേസ് ഇനി ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ, ഡാക്കു മഹാരാജ് എന്ന സിനിമയുടെ BGM എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്ന കാര്യം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അത് ചെയ്തതും തമൻ തന്നെയാണ്. അപ്പോൾ തമൻ ആദ്യമായി മലയാളത്തിലേക്ക് വരുന്നു എന്നുള്ള വാർത്തകളൊക്കെ അന്ന് നിറഞ്ഞിരുന്നു. എന്തിനു പറയുന്നു, ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ വരെ തമന്റെ പേരായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം, കടുവ റിലീസുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങൾ, ധാരാളം ആരോപണങ്ങൾ തുടങ്ങിയവയൊക്കെ അന്ന് ഉയർന്നു വന്നിരുന്ന സാഹചര്യത്തിൽ സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റിവെക്കേണ്ടതായി വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് സംഗീത സംവിധായകൻ മാറി പകരം ജെയ്ക്സ് ബിജോയ് വരുന്നത്. തമൻ മാറാനുള്ള കാരണം എന്താണെന്ന് കൃത്യമായി എനിക്കറിയില്ല. എങ്കിലും ജെയ്ക്സ് ബിജോയ് വളരെ ഭംഗിയായിട്ട് തന്നെ പടത്തിലെ BGM എല്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അടുത്ത മൂവി സല്യൂട്ട്. റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാൻ പ്രധാന കഥാപാത്രമായി വന്ന മൂവിയാണ് സല്യൂട്ട് എന്ന് പറയുന്നത്. ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് തന്നെയാണ് സല്യൂട്ടും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ജെയ്ക്സ് ബിജോയ് ആണ്. എന്നാൽ ആദ്യം തീരുമാനിച്ചിരുന്നത് സന്തോഷ് നാരായണനെയായിരുന്നു. സന്തോഷ് നാരായണൻ തന്നെ ഇക്കാര്യം അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ട്വിറ്ററിലൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ പിന്നീട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് ജെയ്ക്സ് ബിജോയിലേക്ക് എത്തുകയായിരുന്നു. അടുത്തതായി വന്ദേ മാതരം. മമ്മൂട്ടി, അർജുൻ എന്നിവർ പ്രധാന നായകന്മാരായി വന്ന 2009 പുറത്തിറങ്ങിയ ചിത്രമാണ് വന്ദേ മാതരം എന്ന് പറയുന്നത്. ഈ ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ ആദ്യം നിശ്ചയിച്ചിരിക്കുന്നത് വിദ്യാസാഗറിനെയായിരുന്നു. വിദ്യാസാഗർ ഇതിനു വേണ്ടി ഏതൊരു ദേശഭക്തി ഗാനമെല്ലാം കമ്പോസ് ചെയ്തിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ ആ സമയത്ത് വന്നിരുന്നു. എന്നാൽ പിന്നീട് ഇത് D ഇമാനിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ ചിത്രത്തിലെ സംഗീതങ്ങൾ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാതെ പോവുകയായിരുന്നു. അടുത്തതായി മലയൻ കുഞ്ഞ്. സജിമോൻ സംവിധാനം ചെയ്ത് ഫഹദ് ഫാസിൽ പ്രധാന കഥാപാത്രമായി വന്ന മൂവിയാണ് മലയൻ കുഞ്ഞ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, 30 വർഷങ്ങൾക്ക് ശേഷം AR റഹ്മാൻ മലയാളത്തിൽ വന്ന് ചെയ്ത മൂവി കൂടിയാണ് മലയൻ കുഞ്ഞ് എന്ന് പറയുന്നത്. എന്നാൽ ഇത് ആദ്യം തീരുമാനിച്ചിരുന്നത് സുഷിൻ ശ്യാമായിരുന്നു. പിന്നീട് അത് AR റഹ്മാനിലേക്ക് പോവുകയായിരുന്നു. യോധയ്ക്ക് ശേഷം AR റഹ്മാൻ വന്ന മൂവി കൂടിയായിരുന്നു മലയൻ കുഞ്ഞ്. ഇതിലെ മ്യൂസിക് എല്ലാം വളരെ അടിപൊളിയാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട മൂവി കൂടിയാണ്. എന്നാൽ ഇതിനും മിക്സഡ് ഒപ്പീനിയൻ വന്നൊരു മൂവിയാണ്. അടുത്തതായി മായാ ബസാർ. മമ്മൂക്ക നായകനായി വന്ന മൂവിയാണ് മായാ ബസാർ എന്ന് പറയുന്നത്. ഇതിന്റെ സംഗീത സംവിധാനമായി ശങ്കർ ഇസാൻ, അതുപോലെ ലോയി, തേജ് മെർവിൻ എന്നിവരെല്ലാം കൂടി ചേർന്നായിരുന്നു സംഗീത സംവിധാനം ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അത് രാഹുൽ രാജിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ മായാ ബസാറിലെ പാട്ടുകളെല്ലാം ഇപ്പോഴും ഇൻസ്റ്റയിൽ ട്രെൻഡിംഗ് ആയി തന്നെ പോകുന്നുണ്ട്. അതിനുള്ള ക്രെഡിറ്റ്സ് രാഹുൽ രാജിന് തന്നെ കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ആദ്യം തീരുമാനിച്ച സംഗീത സംവിധായകരെ മാറ്റി പകരം മറ്റൊരു വ്യക്തിയെ കൊണ്ട് സംഗീതം ചെയ്യിപ്പിച്ച് റിലീസായ സിനിമകൾ എന്ന് പറയുന്നത്. ഇനിയും ധാരാളം സിനിമകൾ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഇത്തരം സിനിമകളെക്കുറിച്ച് അറിയുമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ സിനിമകളെക്കുറിച്ചുള്ള ഒപ്പീനിയനുകൾ അറിയുന്നതിന് വേണ്ടിയും സിനിമ ഫാക്ട്സുകളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.